ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. വിപത്തുകളും നാശനഷ്ടങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആശ്വാസവും അവലംബവുമാകുന്ന ഖുർആൻ വാക്യമാണിത്. അള്ളാഹു വിധിച്ചതല്ലാത്തതൊന്നും തങ്ങളെ ബാധിക്കുകയില്ലെന്നും അള്ളാഹുവാണ് രക്ഷകനെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സകല കാര്യങ്ങളും അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ കരുത്തുറ്റ വിശ്വാസമാണ് നമ്മൾക്ക് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടാനുള്ള മനോധൈര്യം നൽകുന്നത്. പ്രതിസന്ധികളിൽ തളർന്നു വീഴാതെയും തകർന്നു പോകാതെയും സഹനം അവലംബിച്ച് സ്ഥൈര്യത്തോടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം ലഭിക്കുന്നത് ഈ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ്. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നിടത്ത് കൊടും വേനലിലെ കുളിർതന്നൽ പോലെ അള്ളാഹുവിൻ്റെ രക്ഷാകരങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സകങ്ങളിൽ ആശ്വാസത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും തെളിനീരുറവയാകുന്നു. കഠിന പരീക്ഷണങ്ങളിലൂടെ കടന്നാണ് സത്യവിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഈ പരീക്ഷണം അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ചില്ലറ ഭയം, വിശപ്പ്, ജീവനഷ്ടം, സ്വത്ത് നാശം, കായികനുകളുടെ നാശം എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ ക്ഷമിക്കുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങളെ വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടവരും. അള്ളാഹുവിലും അവൻ്റെ സഹായത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ് സത്യവിശ്വാസികളെ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസവേളകളിലും അവയെ പുഞ്ചിരിയോടെ നേരിടാൻ ഒരു സത്യവിശ്വാസിയെ പ്രാപ്തനാക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങളിലൊന്നാണ് നീതിക്ക് വേണ്ടി പൊരുതുന്ന സത്യവിശ്വാസികളുടെ ജയിൽവാസവും. അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് തന്നെ ഇപ്രകാരമാണല്ലോ: അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഇഹലോകം സത്യവിശ്വാസികൾക്ക് ജയിലും സത്യനിഷേധികൾക്ക് സ്വർഗവുമാണ്. പറഞ്ഞു വന്നത് മുസ്ലിങ്ങൾക്കും മറ്റു മർദ്ദിത വിഭാഗങ്ങൾക്കും രാജ്യത്ത് ലഭിക്കേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ തടവറയിൽ തള്ളപ്പെട്ട അനേകം സഹോദരങ്ങൾ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അവർ കുറ്റവാളികളായതിൻ്റെ പേരിലല്ല കാരാഗൃഹവാസം അനുഭവിക്കുന്നത്, നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിലാണ്. ഭരണകൂട വേട്ടയുടെ ഭാഗമായാണ് അവർ തടവറകളിൽ തളയ്ക്കപ്പെട്ടത്. നിരവധി രോഗങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ് അവർ ജയിലുകളിൽ കഴിയുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം അധികാരികളാൽ ജയിലിലടക്കപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരുടേതു കൂടിയാണ് ഇസ്ലാമിക ചരിത്രം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ പോരാളികളുടെയും ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. കഠിന തടവും നാടുകടത്തലും വധശിക്ഷയും ഏറ്റുവാങ്ങിയ അനേകം സ്വാതന്ത്ര്യ പോരാളികളുടെ ചോരയുടെയും ജീവത്യാഗത്തിൻ്റെയും വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് മറക്കരുത്. റമളാനിൻ്റെ വിശുദ്ധമായ അവസാന രാപകലുകളിൽ അന്യായമായി തടവറയിൽ അടക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി മാറ്റപ്പെടുകയില്ല എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ശക്തമായ ആയുധമാണ്. മർദ്ദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക. അള്ളാഹുവിനും ആ പ്രാർത്ഥനയ്ക്കുമിടയിൽ മറയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മർദ്ദിതരുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ കരങ്ങൾ വാനലോകത്തേക്ക് ഉയരട്ടെ. അവർക്ക് വേണ്ടി നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ
നാഥൻ്റെ മുമ്പിൽ ഒഴുകട്ടെ. അന്തിമ വിധികർത്താവ് അള്ളാഹു മാത്രമാണ്. അവൻ്റെ ഔദാര്യവും കാരുണ്യവും നമ്മുടെ മനമുരുകുന്ന പ്രാർത്ഥനകളും ഒത്തുചേരുമ്പോൾ അസാധ്യമായതെന്തും സാധ്യമാകുമെന്ന് നാം അറിയുക. മറ്റൊന്ന്, സ്വന്തം മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിനായി അധിനിവേശകർക്കെതിരെ പൊരുതുന്ന ഫലസ്തീൻ ജനതയാണ്. പതിറ്റാണ്ടുകളായി സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഒരു സമൂഹമാണവർ. കൂട്ടക്കുരുതികൾ പെയ്തിറങ്ങുമ്പോഴും സ്ഥൈര്യത്തോടെയും ഉച്ഛാപൂർവവും അവർ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. സ്വന്തം ജീവരക്തം നൽകി വിമോചനത്തിൻ്റെ പുതുചരിത്രം എഴുതുകയാണ്. ഗസൻ ജനത ചെറുത്തുനിൽപ്പിൻ്റെ ചോരക്കയങ്ങൾ നീന്തിക്കിടക്കുന്ന തുടർച്ചയായ 3ാമത് റമളാനാണ് ഇത്തവണത്തേത്. അവർക്കു വേണ്ടിയും ഈ നോമ്പ് നാളുകളുടെ അവസാന ദിനങ്ങളിൽ പ്രാർത്ഥിക്കാൻ നാം മറക്കരുത്. ഇനിയൊന്ന് ഇറാൻ്റെ ചെറുത്തുനിൽപ്പാണ്. ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചാണ് ഇസ്രായേലും അമേരിക്കയും ആക്രമണം അഴിച്ചുവിട്ടത്. കണ്ണിൽ ചോരയില്ലാത്ത സാമ്രാജ്യത്വ സയനിസ്റ്റ് കശ്മലന്മാർ നടത്തിയ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതികൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഫലസ്തീനും ഇറാനും. അനിതര സാധാരണമായ ധീരതയോടെയാണ് ഇറാൻ ജനത അക്രമികൾക്കെതിരെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇറാനിൽ നടന്ന ഖുദ്സ് ദിന റാലി അതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇറാൻ്റെ രാഷ്ട്ര നേതാക്കളും സൈനിക കമാൻഡർമാരും ആക്രമണത്തിൽ രക്തസാക്ഷികളായി. ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു യുദ്ധമാക്കി സംഘർഷത്തെ മാറ്റിയതിന് ഉത്തരവാദികൾ ഇസ്രായേലും അമേരിക്കയുമാണ്. ഷിയാ വിശ്വാസികളാണ് എന്നത് ഇറാൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് തടസ്സമാവരുത്. യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നും വിനാശത്തിൽ നിന്നും സകല നാടുകളെയും ജനങ്ങളെയും നാഥൻ രക്ഷിക്കട്ടെ. ആമീൻ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.